ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം, ഓണസദ്യയ്ക്ക് വേണ്ടിയുള്ള സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കാം എന്നാണ്. അപ്പം എങ്ങനെ സാമ്പാർ പൊടി വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു പീസ് കായാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അളവിൽ കായം വേണമെങ്കിൽ എടുക്കാം. സാമ്പാറിൽ നമുക്ക് കഴിക്കുമ്പോൾ ദഹനത്തിനും പിന്നെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ കായം സഹായിക്കും. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ഉലുവ, 4 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പ്, 3 ടേബിൾ സ്പൂൺ കടല, 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്. പിന്നെ വേണ്ടത് ഈ ഒരു കപ്പോളം മല്ലിയാണ്. കയ്യിലൊരു 4 പിടി കണക്കിന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയും മല്ലി ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ്. പിന്നെ ചുവന്ന മുളക് ഞാനൊരു 20ഓളം ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സാമ്പാർ പൊടി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇനി ഓരോന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം അതിലേക്ക് മല്ലി വറക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ചെറിയ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഒരു ലൈറ്റ് ചോപ്പടിക്കുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് കൈയെടുക്കാതെ പ്രത്യേകം ഇളക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ നിർത്തി കഴിയുന്ന ഒരു സമയം മതി അത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ആറാൻ വയ്ക്കാം. അതിനുശേഷം ഞാൻ അടുത്തത് വറക്കാൻ പോകുന്നത് ഉഴുന്നും ഉലുവയാണ്. അപ്പോൾ ഉഴുന്നും ഉലുവയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒരുമിച്ചിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതിയാകും. നന്നായിട്ട് ഇതേപോലെ കൈയെടുക്കാതെ ഇളക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു നല്ലൊരു ചോപ്പ് അടിക്കുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ മല്ലിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ആറി വരട്ടെ. അതിനുശേഷം നമുക്ക് പരിപ്പ് നന്നായിട്ട് ഇതുപോലെ റെഡിഷ് ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു നേരത്തെ എടുത്ത് വെച്ച കടല കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് ചുവന്ന് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അടുത്തതായി നമുക്ക് ചുവന്ന മുളക് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ആയി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ജീരകവും കായും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ജീരകം ഇട്ടിട്ടുണ്ട്, കായ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ആ കറിവേപ്പിലൊക്കെ ഒരു ക്രിസ്പി ആവുന്നവരും ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ ഒരു ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം മിക്സിയിലേക്ക് അടിയിലായിട്ട് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുകയാണ്. ചുവന്ന മുളക് ഇട്ടതിന് ശേഷം ബാക്കി എല്ലാ പരിപ്പുകളും കൂടി ഇട്ടിട്ട് 2 ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുമിച്ച് വലിയ മിക്സിനെ ഒരുമിച്ച് പൊടിച്ചെടുത്താൽ മതി. ചെറുതാണെങ്കിൽ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കുരുമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ കുരുമുളക് കൂടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ആവും. അപ്പോൾ കുരുമുളക് പൊടി കൂടി നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അടിപൊളി സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങുന്നതിനേക്കാളും എത്രയോ രുചികരവും എന്താ പറയുക ആരോഗ്യത്തിനും ഒക്കെ നല്ലത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഈ സാമ്പാർ പൊടി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.